പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന പേനയുടെ കഥയാവട്ടെ. പുരാതന കാലത്ത് ആളുകൾ പേന ഉപയോഗിച്ചിരുന്നില്ല. അവർ കല്ലുകളും മരപ്പലകളിലും മറ്റ് ഫലകങ്ങളിലുമൊക്കെയാണ് എഴുതിയിരുന്നത്. പിന്നീടാണ് പക്ഷികളുടെ തൂവൽ മഷിയിലുമൊക്കെ എഴുതാൻ തുടങ്ങിയത്. 19-ാം നൂറ്റാണ്ടിൽ ഫൗണ്ടേഷൻ പേനകൾ പ്രചാരത്തിലായി. ഇവയിൽ മഷി സൂക്ഷിക്കാനോ ആകുന്നതിനാൽ വീണ്ടും മഷിയിൽ മുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. 1938 ബോൾ പോയിൻ്റ് പേന വികസിപ്പിച്ചു. പേനയുടെ അഗ്രത്തിലുള്ള ചെറിയ പന്ത് കറക്കിക്കൊണ്ട് മഷി കടലാസിലേക്ക് എത്തിക്കുന്ന രീതിയിലായിരുന്നു അത്. ഇതോടെ എഴുതാൻ കൂടുതൽ എളുപ്പമായി. ഈ ജെൽ പേന, ബോൾ പോയിൻ്റ് പേന, ഫൗണ്ടേഷൻ പേന, ഡിജിറ്റൽ സ്റ്റൈലൻസ് തുടങ്ങി നിരവധി തരത്തിലുള്ള പേനകൾ ലഭ്യമാണ്. പേനകളുടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ അറിവ് രേഖപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ഉപകരണമാണ്. ആശയങ്ങൾ പങ്കുവെക്കാൻ സഹായിക്കുന്നു. ചരിത്രവും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഒരു സാധാരണ വസ്തുവാണെന്ന് തോന്നുന്ന പേന മനുഷ്യൻ്റെ അറിവും സംസ്കാരവും തലമുറയിലേക്ക് കൈമാറാൻ വലിയ ഒരു പങ്ക് വഹിക്കുന്നു. ബോൾ പോയിൻ്റ് പേനയുടെ വിജയത്തിന് ശേഷം ലോകമെമ്പാടും പേനയുടെ ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചു. വില കുറഞ്ഞതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായതിനാൽ വിദ്യാർത്ഥികൾ മുതൽ ഓഫീസുകളിലെ ജീവനക്കാർ വരെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എഴുത്തുപകരണമായി പേന മാറി. 1960-കളിൽ ജെൽ പേനകൾ വികസിപ്പിക്കപ്പെട്ടു. ഇവയുടെ മഷി കൂടുതൽ വ്യക്തതയോടെയും എഴുതാൻ സഹായിച്ചു. പിന്നീട് നിറമുള്ള ജെറ്റ് പേനകളും വിപണിയിലെത്തി. പേനയെക്കുറിച്ചുള്ള ചില രസകരമായ കാര്യങ്ങൾ. ഒരു സാധാരണ ബോൾ പോയിൻ്റ് പേനയ്ക്ക് ഏകദേശം 2 കിലോമീറ്റർ വരെ എഴുതാൻ കഴിയും. ലോകത്ത് ഓരോ വർഷവും കോടിക്കണക്കിന് പേനകൾ നിർമ്മിക്കപ്പെടുന്നു. ബഹിരാകാശ സാധാരണ പേനകൾ പ്രവർത്തിക്കാത്തതിനാൽ പ്രധാന പേനകൾ വികസിപ്പിച്ചിട്ടുണ്ട്. പല പ്രമുഖ എഴുത്തുകാരും ഇന്നും ഫൗണ്ടേഷൻ പേന ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു. കല്ലിൽ കൊത്തി എഴുതിയ കാലത്ത് നിന്ന് ഇന്ന് ഡിജിറ്റൽ സ്റ്റൈലസ് വരെ എത്തിയ പേനയുടെ യാത്ര മനുഷ്യൻ്റെ പുരോഗതിയുടെ കഥയാണ്. ചെറിയൊരു പേന അറിവ് പകരാനും ചരിത്രം രേഖപ്പെടുത്താനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സഹായിക്കുന്ന ശക്തമായ ഉപകരണമാണ്. ചില ഗുണങ്ങൾ കൂടി പറയട്ടെ. ചിന്തകളും ആശയങ്ങളും എളുപ്പത്തിൽ രേഖപ്പെടുത്താം. പഠിത്തത്തിനും പരീക്ഷകൾക്കും വളരെ ഉപകാരപ്രദമാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കൈയെഴുത്ത് സഹായിക്കുന്നു. പ്രധാന രേഖകളിൽ ഒപ്പിടാൻ ഉപയോഗിക്കുന്നു. കലാരംഗത്തും ചിത്രരചനയിലും ഉപയോഗിക്കുന്നു. പിന്നെ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ മഷി തീർന്നാൽ ഉപയോഗിക്കാൻ കഴിയില്ല. ചില പേനകൾ ചോർന്ന് പേപ്പറും വസ്ത്രവും നശിപ്പിക്കും. മഷിയൊക്കെ വീണേ. പ്ലാസ്റ്റിക് പേനകൾ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കും. ദീർഘകാല ഉപയോഗത്തിൽ കൈക്ക് ക്ഷീണം ഉണ്ടാകുകയും ചെയ്യുന്നു. പേന വെറും ഒരു എഴുത്തുപകരണമല്ല, അറിവും ആശയവും വികാരവും തലമുറകളിലേക്ക് കൈമാറുന്ന ഒരു പാലമാണ്. ഒരു ചെറിയ ചരിത്രത്തിന് എഴുതാനും ശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകാനും മനുഷ്യരുടെ ജീവിതം മാറ്റാനും സഹായിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പേനയുടെ അഗ്രത്തിൽ നിന്ന് ലോകത്തെ മാറ്റിമറിച്ച കോടിക്കണക്കിന് ആശയങ്ങൾ ജനിച്ചു. അതാണ് പേനയുടെ യഥാർത്ഥ ശക്തി.